നിങ്ങൾ നിങ്ങൾ ഈ തുടങ്ങാനുള്ള കാരണം എന്താണ്? എത്ര നാളായി? നിങ്ങൾ ആദ്യത്തെ ഫീൽഡ് എന്താണ്? ആദ്യം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതുപോലെ ആദ്യം ഞാൻ വളരെയധികം ബിൽഡിങ്ങിൻ്റെ പണി, കെട്ടിടം പണി, പിന്നെ അങ്ങനെ 1970 തുടങ്ങി വണ്ടി പ്രസ്ഥാനത്തിലേക്കായി. ലോറി ഓടിക്കും അങ്ങനെ ലോറി, കാറ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ എല്ലാം ഓടിക്കും. പിന്നെ 50 വർഷം, ഒരു 40-45-50 വർഷം വരെ ലോറി മാത്രം ഓടിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാർ ഓടിക്കാൻ പോകും. അങ്ങനെ വിദേശ അയൽ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? അയൽ രാജ്യങ്ങൾ, ഗൾഫിൽ പോയി കുറച്ചാൾ നിന്ന് അങ്ങനെ പോന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഗൾഫിൽ പോയ 92-ലാണ് 70 തുടങ്ങിയാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇതുവരെ വാഹനം ഓടിച്ചു. അപ്പോൾ ഇങ്ങനെ സുനിൽ ബാബു എന്ന് പറഞ്ഞ ഒരു മോനാണ് ആദ്യം എന്നെ പരിചയപ്പെട്ടത്. നമ്മുടെ ഞാൻ ജോലി എടുക്കുന്ന സ്ഥാപനത്തിലെ ഷാജഹാൻ, ആ മോൻ്റെ ബാപ്പ പരീത്, അതിൻ്റെ മകൻ തയ്യബ്, അവരെല്ലാം കൂടിയാണ് സുനിൽ ബാബു എന്നെ കൂട്ടി ആദ്യമായിട്ടൊന്ന് ഈ ചിത്രം. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾ ലോറിയായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ട്? ലോറിയായിട്ട് ഒറീസ, രാജസ്ഥാൻ, ബീഹാറിലെല്ലാം പോയിട്ടുണ്ട്. കൂടാതെ ആദ്യം ലോക്കലായിട്ടാണ്. പിന്നെ നിങ്ങൾ തെക്കോട്ടാണ് ഇവിടം വരെയും പോയിട്ടുണ്ട്, മുണ്ടക്കരം വരെയും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെടുന്ന അപ്പോൾ ഒരു ചിത്രം വരയ്ക്കൽ അങ്ങനെ പലരും ഇതായി. അപ്പോൾ 30 വർഷം ഞാൻ ജോജി സാറെന്ന് പറഞ്ഞ മറ്റേ ഇവിടെ പച്ചാളത്ത് വണ്ടി ഓടിച്ചു ജോജി സാർ. അങ്ങനെ ജോജി സാറായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ നമ്മളാണ് ഒരു 40 വർഷം കഴിഞ്ഞാണ് ഈ ചിത്രം വരയ്ക്കൽ തുടങ്ങി. അപ്പോൾ ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ജോജി സാറിനായിട്ട് കൂടിയപ്പോഴാണ് ഷാജഹാൻ ഇങ്ങനെ കണ്ട് ഇത് സുനിൽ ബാബുമായിട്ട് പിടിച്ചു. സുനിൽ ബാബു വളരെയധികം പാടുവിട്ട് നമുക്ക് വേണ്ടി 3 മണിക്കൂർ പാടുവിട്ടു ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ അത് കഴിഞ്ഞാണ് ജോജി സാറിൻ്റെ ഇതിൽ ഒരിത്. അപ്പോൾ ഒരു ദിവസം 2016 ഇത് ചിത്രം ഞാൻ വരച്ച് ജോജി സാറിന് കൊടുത്തു. അപ്പോൾ ഇതിൽ ജോജി സാറിൻ്റെ പേരുണ്ട്, പിന്നെ ജോജി സാറിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുള്ള ബൾബ്, അതിൻ്റെ ഫിലിമിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലുള്ള ഒരാട്, ജീസസ്, ബൈബിൾ ഇംഗ്ലീഷുള്ള അക്ഷരം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാഷാ അല്ലാഹ് ഹലാൽ, നിലാബ്, കൂടാതെ ഗീത എന്ന് പറയുമ്പോൾ JD അല്ല, മഹാനായ ശിവൻ്റെ പേര് ശിവൻ്റെ പേര് ഓം നമഃ ശിവായ, അങ്ങനെയുണ്ട്. പിന്നെ 2018 വെള്ളപ്പൊക്കത്തിൽ വഞ്ചി, ഹെലികോപ്റ്റർ, വിമാനം, കപ്പൽ, കൂടാതെ ഒരു കോഴി ചെയ്യാതെ പറ്റിക്കുന്നതാണ് അവിടെ വെച്ചിട്ടുണ്ടത്. കോഴി, ഇത് വെട്ടണ കത്തി അല്ല, ഇത് വെട്ടണ കത്തി, ഇത് അറക്കണ കത്തി, ഇത് ചെറിയ കുളത്ത് എന്ന് പറയും. അപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ വഞ്ചി, ഹെലികോപ്റ്റർ, വിമാനം, കപ്പൽ, അതൊക്കെ ഇതിൽ കാണാം. കൂടാതെ പിന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ ലോറി പ്രസ്ഥാനത്തിൽ നടന്നിട്ട് എന്തെല്ലാമാണ് കാണാൻ സാധിച്ചത്? എവിടെയൊക്കെ? ലോറി പ്രസ്ഥാനത്തിൽ ഒറീസ, രാജസ്ഥാൻ, ബീഹാറിലെല്ലാം പോയിട്ടുണ്ട്. വണ്ടിയായിട്ട് കറങ്ങാൻ പോയിട്ടില്ല, ടൂറിസ്റ്റായിട്ട് പോയിട്ടില്ല. പിന്നെ അധികം കേരളത്തിൽ തന്നെ. അങ്ങനെ വണ്ടി പ്രസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ആണ് നല്ലത്, ഒറീസയാണോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളാണോ, ഏതാണ് ഏറ്റവും നല്ല രാജ്യം? ഏറ്റവും നല്ല രാജ്യം അങ്ങനെ വലിയ ഇതൊന്നും എനിക്കില്ല. എല്ലാ അല്ല, മനുഷ്യരെ ഇടപഴകാൻ പറ്റിയ ഇടപെടാനെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിവാസികളായിട്ട് കൂട്ടാം. ആദിവാസികളും ഹരിയും യുവാക്കൾ, കർഷകർ, കൃഷിക്കാർ, മിലിറ്ററീനെ ആദ്യം പറയാം. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആന്മായ മിലിറ്ററി സൈന്യങ്ങളാണ് ഗാർഗിലൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടണം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊക്കമുള്ള ഇതാണല്ല ഗാർഗിൽ. അവിടെ ആ സൈന്യങ്ങൾ നമുക്ക് വേണ്ടി ജീവിക്കും. അവർക്ക് വെള്ളം കിട്ടാനായിട്ട് മഞ്ഞുകട്ട ചൂടാക്കി തിളപ്പിച്ചാണ് അവർ വെള്ളം കുടിക്കുന്നത്. പിന്നെ ഞാനൊരു ദിവസം പേപ്പറിൽ വായിച്ചു, ഒരു ചപ്പാത്തിക്ക് 400 രൂപ വില വരും. അവർക്ക് ഓരോ നേരം കൊണ്ടുപോയി കൊടുക്കാൻ ഹെലികോപ്റ്റർ. അതും മേലോട്ട് നോക്കിയെന്നില്ല, ഒരു മൺതരി അണിഞ്ഞാൽ മതി എത്ര കിലോമീറ്റർ കണക്കാക്കിയാണ് സാധനം. അപ്പോൾ സൈന്യങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല മഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈന്യത്തിൻ്റെ കമാൻഡർ പോലും പറഞ്ഞു 2018 വെള്ളപ്പൊക്കത്തിൽ മത്സ്യത്തൊഴിലാളികളാണ്. കാരണം 10-12 മീറ്റർ പൊക്കമുള്ള തിരമാലകൾ
ഈ പടിഞ്ഞാറിന് കിഴക്കുന്ന പടിഞ്ഞാറേക്ക് വടം. പിന്നെ ഞാൻ കഴിഞ്ഞോട്ടെ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞ മാർക്സ് പാർട്ടിയിലാണ് ഞാൻ. അങ്ങനെ പിന്നെ എല്ലാ പാർട്ടിയും അല്ല, ചോദിച്ചതല്ല, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം? എത്തിപ്പെടാന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തന്നെ ഇങ്ങനെ അധ്വാന കർഷകരുടെ ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് പെട്ട് കർഷകരായിട്ട് കൂടി അങ്ങനെ നമ്മുടെ പാർട്ടി അങ്ങനെ കുഞ്ഞുനാളിൽ തന്നെ മറ്റേ തൊഴിലാളി ആയിക്കോണല്ലോ. അങ്ങനെ ഒന്നാണ് അതിലേക്ക് വന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു, ഞാൻ മുസ്ലിമാണ്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹിന്ദു ഉണ്ട്, ഒരു BJP കാരനുണ്ടെങ്കിലും നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അവരെ പറയണമല്ലോ. BJP നമുക്ക് വേണം, എല്ലാവരും വേണമല്ലോ, എല്ലാ പാർട്ടിയും നമുക്ക് വേണം. പിന്നെ ഇതിലുണ്ട് ഈ ചിത്രത്തിൽ കണ്ട, ഇതിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം പണിയുണ്ട്, DYF, CITU, INDC, CBI, BJP ഉണ്ട് ഇതിൽ. അപ്പോൾ INDC ഉണ്ട്. മാർക്സ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം പണി അങ്ങനെ പറയും. അപ്പം എല്ലാ പാർട്ടിയും നമുക്ക് വേണം. പിന്നെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എന്താണ്? 2 പേരുണ്ട് മക്കൾ. എന്ത് ചെയ്യുന്നു? ഒരു മോൻ വണ്ടി ഓടിക്കുന്നു, സ്കൂൾ വണ്ടി ഓടിക്കുന്നു. പിന്നെ മകളെ പെരിഞ്ഞാല വിവാഹം കഴിച്ചു. അതിന് 4 കുട്ടികളുണ്ട്. ഒരെണ്ണം ഒരു കുട്ടി മരിച്ചു, ബാക്കി 3 പേരുണ്ട്. അപ്പം അങ്ങനെ ഈ വളരെ കാര്യം ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ദുഃഖം ഉണ്ടെന്ന് പറയാൻ പാടില്ല. വീട് സ്വന്തം വീടല്ലേ? സ്വന്തം വീടാണ് അല്ലേ? പിന്നെ കൊന്തയിലാണല്ലേ? പിന്നെ നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്? ജീവിതം അങ്ങനെ വളരെ സോഷ്യലായിട്ട്. ഞാൻ ഒന്നേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ മരിച്ചുപോയി. 7 മാസം ഞാൻ പഠിച്ചോളൂ. 7 മാസം ഒന്നിൽ ചേർന്നിട്ട് 7 മാസമായപ്പോഴേക്കും ഉപ്പ മരിച്ചു. അങ്ങനെ പഠിത്തം നിർത്തി. പിന്നീട് അങ്ങോട്ട് 10 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കണ, നീ പഠിച്ചെങ്കിൽ നല്ല ഇതാവാറുന്നല്ല, സഹായിച്ചില്ല. അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലില്ല. അങ്ങനെ വാഹനം ഓടിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് പഠിക്കണ്ട. ഞാൻ 72 ലൈസൻസിലാണ്. അന്ന് പഠിത്തം വേണ്ട. പള്ളിയിൽ നിന്ന് ഞാൻ 51 ജനിച്ചായിട്ട് മേടിച്ച് അങ്ങനെ വെച്ചാണ് ലൈസൻസ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ സൗദി അറേബ്യ പോയി. ഇന്ത്യയുടെ പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇന്ത്യയുടെ പുറത്ത് ബീഹാർ, ഒറീസ. അല്ല, ഇന്ത്യയുടെ പുറത്ത്. ഇന്ത്യയുടെ പുറത്താണല്ലോ ബീഹാർ. ഇതും ഇന്ത്യയുടെ അകത്താണല്ലോ. ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പുറത്ത്, സൗദി അറേബ്യ, ദുബായ്, അങ്ങനെ. സൗദിയിൽ ഒരു തവണ പോയി. പിന്നെ വേറെ എങ്ങും പോയില്ല. അവിടെ ഒരു 6 മാസം നിൽക്കാൻ ജോലിക്ക് വേണ്ടി വാഹനം ഓടിക്കാൻ പോയതാണ്. അങ്ങനെ 6 മാസം എന്നുള്ള അത് ഇത്തിരി ബുദ്ധിമുട്ടായി തിരിച്ചു വന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ പഠിച്ചില്ല. പഠിക്കാതെ ആയപ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമായി. പഠിക്കാണ്ടായപ്പോൾ ഒരു 10-20 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കുട്ടികൾ കോളേജിൽ പോകുന്നു, ഇരിക്കുന്നു, തമാശ പറയണ, പാട്ട് പാടണ്. അങ്ങനെ ഞാൻ പിന്നീട് അങ്ങോട്ട് ഞാൻ ഇങ്ങനെ അല്പം വിദ്യാഭ്യാസം, വിജ്ഞാന വിവേകം, സാഹിത്യ സംസ്കാരം, സംസ്കൃതം, ഗീതം, ഖുർആനും ബൈബിളും പഠിച്ച് മറ്റുള്ളവരുടെ കഴിവുണ്ട്. പിന്നെ പാട്ട് പാടാറിയോ? പാട്ട് പാടാറുണ്ട്. 2 വരി പാട്ട് പാടാൻ പറ്റുമോ? പിന്നെ ഇതൊക്കെ ഞാനപ്പോൾ അങ്ങനെ 1-ാം ക്ലാസ്സിൽ അങ്ങനെ മറ്റ് അങ്ങനെയാണ് ചെറിയ കലാപരമായിട്ട്. ഞാൻ ചെയ്യുന്നത് 2 വരി പാട്ട് പാടാമോ? പാട്ട് പാടാം. 2 വരി വലിയ ചെറുതായിട്ടൊന്ന്. അപ്പം ഇന്ന് കലാകാരന്മാർ മാന മുഹമ്മദ് റാസിം, യേശുദാസും ഒക്കെ പാട്ട് പാടുമ്പോൾ 50, 20, 30 ഉപകരണങ്ങളുണ്ട്. ഞാൻ പാട്ട് പാടുമ്പോൾ അത് പാട്ട് പാടാം. നൂതന ഗാനത്തിൻ യമുനാ തീരത്ത് നൂപുര തുനികൾ മുഴങ്ങട്ടെ, നൂപുര തുനികൾ മുഴങ്ങട്ടെ. നൂതന ഗാനത്തിൻ യമുനാ തീരത്ത് നൂപുര തുനികൾ മുഴങ്ങട്ടെ, നൂപുര തുനികൾ മുഴങ്ങട്ടെ. ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ, തങ്കച്ചിലങ്കയെന്നും ഒരുപോലെ. പാവന പ്രണയത്തിൻ
സങ്കല്പ സാമ്രാജ്യം പാതുഷല്ലേ നീ സഖിമാരെ പാതുഷല്ലേ നീ ചിരിക്കൂ ഒന്നു ചിരിക്കൂ തങ്കച്ചിലങ്കയും നിങ്ങളും ഒരുപോലെ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ച അറേഞ്ച് കല്യാണമാണ്, സ്നേഹിച്ച കല്യാണം കഴിച്ചാണോ അല്ലെങ്കിൽ? കല്യാണം സ്നേഹിച്ചില്ല, അങ്ങനെ വളരെ പല കല്യാണക്കാര്യങ്ങളും വന്ന. അപ്പം അങ്ങനെ ടോപ്പിൽ നമ്മുടെ കൊച്ചുള്ളിലേക്ക് എന്ന് പറയും ആയിക്കോട്ടെ മകളെ ആലോചിച്ച് അങ്ങനെ കെട്ടണം. അങ്ങനെ സ്നേഹിച്ചല്ല, ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടായിന, എന്നല്ലാതെ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴാണ് പോയി കണ്ട, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ പിന്നീട് അങ്ങോട്ട് പഠിക്കേണ്ടപ്പോൾ എന്നെ ഖുർആൻ പഠിപ്പിച്ച PS സുലൈമാൻ എന്ന് പറഞ്ഞൊരു ഉസ്താദാണ് കണ്ണൂരുള്ള. ആ ഉസ്താദ് പാലക്കർപ്പറമ്പിൽ സെയ്ദ് എൻ്റെ മകനാണ് ഈ ഉസ്താദ്. ആ ഉസ്താദ് എന്നെ അറബി പഠിപ്പിച്ചത്. അതാണ് PS സുലൈമാൻ എന്ന് പേര് സുലൈമാൻ തന്നെയാണ്. സുലൈമാൻ. അതുകൂടാണ്ട് തന്നെ മറ്റേ നെൽറ്റേറ്റ് പഠിപ്പിച്ച ജോസഫ് എന്ന് പറഞ്ഞൊരു സാറാണ്. ആ സാറിൻ്റെ പേരുണ്ട് ജോസഫ് ഇതിൽ. പിന്നെ എന്നെ ഒന്നേ പഠിപ്പിച്ച ആലീസ് എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. ആലീസ് അത് ഇതിലുണ്ട്. നിങ്ങൾ പഠിച്ചത് എവിടെയാണ്? സെൻറ്റ് ജോർജ് സ്കൂളിലാണ്? പള്ളി മറ്റേ തോപ്പിലെ സ്കൂളിൽ. തോപ്പിലെ സ്കൂളിലാണ് ഒന്നേ പഠിച്ചുകൊണ്ട് നെൽറ്റേറ്റ് പഠിച്ച്, പിന്നെ ഒന്നേ പഠിച്ച് ആലീസ് എന്ന് പറഞ്ഞ അതുകൊണ്ട് നിർത്തി. അപ്പോൾ നല്ലൊരു നല്ലൊരു കലാകാരനും പാട്ടുകാരനൊക്കെ ആണ്. പക്ഷേ നിങ്ങൾ അറിയപ്പെടാതെ പോയാണ്. നമുക്ക് നമ്മുടെ അയലൊക്കത്ത് കിടന്നിട്ട് ഇത്ര അയലൊക്കത്ത് കിടന്നിട്ട് നമുക്കൊന്നും അറിയാൻ സാധിച്ചില്ല. വളരെയേറെ വിഷമമുണ്ട്. നമ്മൾ ഈ സുലൈമക്കാനെ ഡെയിലി കാണുന്നതും സുലൈമയ്ക്കായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ സുലൈമയൊക്കെ ഓടിച്ചിട്ടുള്ളതൊക്കെയാണ്. അതെ, അപ്പം നമ്മളൊക്കെ വണ്ടിയും ലോറിയൊക്കെ ഓടിച്ചിട്ടുള്ള വ്യക്തിയാണ് സുലൈമാൻ സാഹിബ്. അപ്പോൾ ഞാനും നമ്മുടെ സ്റ്റാഫായിരുന്നു. പക്ഷേ എനിക്ക് അറിയാതായി പോയി സുലൈമാനെ. നമ്മുടെ അപ്പോൾ ഏതായാലും ഇൻഷാ അള്ളാഹു സുലൈമാനിക്കാക്ക് ആരോഗ്യം ആയുസ്സും തരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ്. പിന്നീട് ഒന്നുകൂടി സംസാരിക്കും. പിന്നീട് അള്ളാഹുന്നൊരു കഴിവാണ് വളരെയധികം വിദ്യാഭ്യാസം, വിജ്ഞാന വിവേകം, സാധുക്കളോടും കൂടി അങ്ങനെ വിദ്യാഭ്യാസം, വിജ്ഞാന വിവേകം, സാഹിത്യ സംസ്കാരം, സംസ്കൃതം, അല്പം ഗീതയും ഖുർആനും ബൈബിളും പഠിക്കുന്നവരായിട്ട്. നമ്മൊരു മുസ്ലിമാണെങ്കിലും എനിക്ക് ഖുർആൻ അറിയാം, ഗീത പഠിച്ചുകൊണ്ട് ബൈബിൾ. നമ്മൾ മുസ്ലിമാണ്, എല്ലാവരും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം ഉണ്ട്. നമ്മളിവിടെ മനുഷ്യരാണ്. ഈ മനുഷ്യരായിട്ട് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതൊന്നും കാണാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ മനുഷ്യരായിട്ട് കാണുക, നമ്മുടെ മുന്നിൽ ആര് കൈ നീട്ടുന്നോ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അതൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇക്കയും അതേപോലെ ആകണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇക്ക എത്രത്തോളം ഇതാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു ഇക്കാൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഒന്നും ഇല്ലാതെ പറയാൻ. ഇതിലേക്ക് ചിത്രം വരയ്ക്കാൻ അധികം നമുക്ക് സഹായിച്ച നമ്മുടെ സുനിൽ ബാബുവാണ്. ആ മോൻ്റെ ഇതറിഞ്ഞാണ് ഗുരുവായൂരിന്ന് ശ്രീമോൻ സംഗീതം, അതറിഞ്ഞാണ് പാലക്കാട് നിന്ന് സന ആദർശ. അപ്പോൾ എല്ലാവരും അപ്പോൾ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അത് പറഞ്ഞല്ല, ഖുർആൻ അറിയാം, എന്നാലും ഗീത പഠിച്ചുകൊണ്ടും ബൈബിൾ ഗീതയിൽ 2 ശ്ലോകം പറയാൻ പറ്റുമോ? ഒരു ഹിന്ദു ഗീത അറിയാം, ഹിന്ദു ഖുർആൻ പഠിച്ചുകൊണ്ട് ബൈബിൾ ഹിന്ദു, ഒരു ക്രിസ്ത്യാനി ബൈബിൾ അറിയാം, ഗീത പഠിച്ചുകൊണ്ടോ ഖുർആൻ പഠിച്ചുകൊണ്ടോ ക്രിസ്ത്യാനി. ഇപ്പോൾ ഷാർജയിലൊരു ജോസഫ് എന്ന് പറയുന്ന സാറ് പള്ളി പണിത് കൊടുത്തു മുസ്ലിമിന് വേണ്ടി. അപ്പോൾ എത്ര ഞാൻ ചോദിക്കാനില്ല, ഇക്കാക്ക് 2 വരി ഇത് ഞാനിപ്പോൾ ഒരു മുസ്ലിമാണ്, എനിക്ക് ഗീത നമ്മുടെ എത്ര ഉസ്താക്കന്മാര് ഗീത പറയും. അത് പറയാം. അതായത് ഒരു ചെറിയൊരു കണ്ടമാനം അറിയാൻ, എന്നാലും ഒരു ഇത്തിരി പറയുള്ളൂ. യസ് ദൈവേ പരാഭക്തത ദൈവൈ തദഗുരു യസ് കഥാഹർത്ത പ്രകാശിൻ്റെ മഹാത്മന പത്മ സന്യസല്ലി പത്മാദേവി കല്യാണ ഈ പുണ്യവതി എന്നാണ്.
പിന്നെ കൂടാതെ ബൈബിളിൻ്റെ ഒത്തിരി പറഞ്ഞേക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. പിന്നെ കൂടാതെ അബ്ദുല്യാഫീസവനിൻ മുമ്മിനിയങ്ങളായ ആളുകൾക്ക് ഈ ദുനിയാവിൽ ചെയ്യണം. മുമ്മിനി എന്ന് പറഞ്ഞാൽ ആരാണ്? പണക്കാരന് സൗന്ദര്യം, വിദ്യാഭ്യാസം, വിജ്ഞാന വിവേകം, സാഹിത്യ സംസ്കാരം, സംസ്കൃതം, ഗീത, ഖുർആൻ, ബൈബിൾ, ഉരുപ്പോഴത്തെ ശരീരം, സ്റ്റൈലസ്, മറപ്പോഴത്തെ ശരീരം, 1-2 TV എല്ലാം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് നമ്മൾ മറ്റുള്ള പാവങ്ങൾക്ക് സഹായിക്കണം. അതാണ് മുമ്മിനി എന്ന് പറഞ്ഞ് തിന്ന് കളിച്ച് ഒരുങ്ങിയിട്ട് മുമ്മിനാവില്ല. മറ്റുള്ളവർ കടലിലെ വെള്ളം പോലും എടുത്ത് വെറുതെ കളയില്ല. ആ വെള്ളം ഒരു ചെടിക്ക് വയ്ക്കാനാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത്. അത് ഗീതയിലും ഖുർആനും. അതുപോലെ തന്നെ നമ്മൾ മരിക്കണം. ഏത് സ്ത്രീമിലും ഏത് മതക്കാരനായാലും ഏത് തങ്ങളും മുസ്ലിം ഇല്ലാത്ത ഉസ്താദ്, അച്ഛൻ, പുരോഹിതനായാലും ശാന്തിയായാലും സാധുക്കളായ ഞാനായാലും ഇനി ആദിവാസികളായാലും നമ്മ സാധാരണ നമ്മുടെ എൻ്റെ ഈ കോടീശ്വരനായ ആളുടെ മരണം ഏത് ടൈമിലും ആയിക്കും. അല്ല ടൈമില്ല, ഏത് ടൈമിലും മരിക്കാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ, ഭഗവാൻ, ആണ്ടവൻ എന്ന് പറയും. 40 വർഷം ഞാൻ തമിഴ്നാട് ബന്ധപ്പെട്ട ജോലി എടുത്തത്, 30 വർഷം. അപ്പോൾ ആണ്ടവനും ദൈവവും ഭഗവാനും എല്ലാം നമുക്ക് വേണം. ഓക്കെ.